ഈ ഗർഭിണിയായിരിക്കെ ഈ സ്ത്രീകൾ കഴിക്കുന്ന ഭക്ഷണം അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമോ? 100%. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് എന്നറിയോ, ഈ നമ്മൾ 1-ാം ക്ലാസ് ആകുമ്പോഴേ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും മുടക്കിയിട്ട് നമ്മളുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കുമല്ലോ നമ്മളുടെ കുട്ടികളെ. അത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധി വരെ, മുഴുവനല്ല, ഒരു പരിധി വരെ കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികൾ ചേർക്കുന്നു. കാരണം ഒരു കുട്ടിയുടെ പ്രിപ്പറേഷൻ, ഒരു കുട്ടിയുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരുടെ ഫിറ്റ്നസ് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതലാണ്. അതാണ് സയൻസ് പറയുന്നത്. സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതലാണ്. അതിനുശേഷം പ്രഗ്നൻ്റ് ടൈം, ഗർഭകാലമാണ് ആ കുട്ടിയുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത്. ആ പ്രസവകാലത്ത് സ്ട്രെസ്സിലൂടെയും പ്രോബ്ലംസിലൂടെയും കടന്നുപോയി വരുന്ന ഒരു അമ്മയുടെ കുട്ടി തീർച്ചയായിട്ടും കുറച്ചധികം പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അവൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റായൊരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ട്രെൻഡാണ് ഈ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നുള്ളത്. എനിക്കിത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതല്ല എന്നുള്ള ഒരു വാക്ക്. അത് ഞാനിപ്പം സെലിബ്രിറ്റീസ് വരെ അത് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയിട്ട് വന്ന് ഇരിക്കുമ്പോൾ അവർ പറയുകയാണ് ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ആ കുട്ടിക്കുണ്ടാക്കുന്ന മെൻ്റൽ ഹെൽത്ത് വളരെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. കാരണം ഞാൻ വേണ്ടാത്തതായിരുന്നോ എന്നൊരു ചോദ്യമാണല്ലോ, അത് വലിയൊരു ചോദ്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും പിന്നീട് വരുമ്പോൾ വളരെ ദോഷമായിട്ട് ബാധിക്കും. സോ പ്രഗ്നൻ്റ് ടൈമിൽ നിങ്ങൾ കൊടുക്കുന്ന മാനസികമായ സ്ട്രെസ്സുകൾ, റോങ് ഫുഡ് ഹാബിറ്റ്സ്, റോങ് ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ആ കുട്ടിയിൽ 100% റിഫ്ലക്റ്റ് ചെയ്യും. സോ ഒരു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റിൽ പ്രഗ്നൻസി ടൈം മുതൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി.